ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 23 സങ്കീർത്തനം അതിൻ്റെ 6 വാക്യം, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സങ്കീർത്തനക്കാരൻ്റെ പ്രത്യാശയാണ് ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഞാൻ ദൈവത്തിൻ്റെ കൂടെ എന്നും വസിക്കും, ദീർഘകാലം വസിക്കും. ഇത് നമ്മുടെയൊക്കെ ഒരു പ്രത്യാശയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് കൂടെ സദാകാലം വസിക്കും എന്നുള്ളത്, സ്വർഗരാജ്യത്തിൽ നിത്യജീവൻ്റെ അനുഭവത്തിൽ നമ്മൾ സദാകാലം വസിക്കും എന്നുള്ളത്. 23 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സുപരിചിതമായ സങ്കീർത്തനമാണ്. നമ്മുടെയൊക്കെ നാവിൻ തുമ്പിൽ എപ്പോഴും ഉരുവിടുന്ന ഒരു വേദഭാഗമാണ് 23 സങ്കീർത്തനം. പ്രത്യേകിച്ചും നമ്മളൊക്കെയും വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സംസാരിക്കാറാവുമ്പോൾ ആദ്യമേ നിന്ന് ഉരുവിടുന്ന ഒരു വേദഭാഗമാണ്. വേദഭാഗത്തു നിന്നും ഉരുവിടുന്ന ഒരു സങ്കീർത്തനമാണ് യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ രോഗക്കിടക്കയിലൊക്കെ കിടക്കുമ്പോൾ മരണത്തെയൊക്കെ മുഖാമുഖം കാണുമ്പോൾ അപ്പോഴൊക്കെ നമ്മൾ വായിച്ച് ആശ്വസിക്കുന്ന ഒരു വേദഭാഗം കൂടിയാണ്. അല്ലെങ്കിൽ വായിക്കാൻ പറ്റാത്തവരൊക്കെ മറ്റുള്ളവർ ആവശ്യപ്പെടും ഈ സങ്കീർത്തനം വായിച്ച് കേൾപ്പിക്കാൻ. അപ്പോൾ അങ്ങനെ ഏത് പ്രയാസത്തിലും ഘട്ടത്തിലും ഒക്കെ നമുക്ക് വായിക്കുകയും ഒരു ഒറ്റമൂലി പോലെ പ്രയോഗിക്കാവുന്ന ഒരു സങ്കീർത്തനമാണ്. ആശ്വാസം കണ്ടെത്താവുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് ഈ 23 സങ്കീർത്തനം. അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ ആരാധനാക്രമവുമായിട്ട് ബന്ധിക്കുമ്പോൾ ഇത് നല്ല പ്രാധാന്യമുണ്ട് ഈ സങ്കീർത്തനത്തിന്. റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ ഈ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് അതിനുള്ള ധ്യാനമായിട്ട്, അതിന് ഒരുങ്ങുന്നതിന് മുമ്പ് ഒരുക്കത്തിന് ധ്യാനിക്കുന്ന ഒരു വേദഭാഗമാണ് 23 സങ്കീർത്തനം. അതുപോലെ സുറിയാനി സഭയുടെ പട്ടക്കാർ ഈ കുർബാന അനുഭവിച്ചതിന് ശേഷം ഈ സങ്കീർത്തനമാണ് ധ്യാനമായിട്ട് എടുക്കുന്ന 23 സങ്കീർത്തനമാണ്. അതുപോലെ കൂദാശപരമായിട്ടും നമ്മുടെ പിതാക്കന്മാരൊരു സ്ഥാനം കൽപ്പിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഈ സങ്കീർത്തനത്തിന്. അതായത് സങ്കീർത്തനത്തിൽ പ്രതിപാദിക്കുന്ന വെള്ളം അത് വിശുദ്ധ മാമോദീസായെയും എണ്ണ വിശുദ്ധ മോറോനെയും ഈ മേശ എന്ന് പറയുന്ന വിരുന്നെന്ന് പറയുന്നത് കുർബാനയുമാണ് സൂചിപ്പിക്കുന്നതെന്നാണ്. നമുക്കറിയാം ഈ സങ്കീർത്തനം എഴുതിയത് ആട്ടിടയനായ ദാവീദാണ്. ദാവീദ് തൻ്റെ ഹൃദയത്തിൽ തട്ടി തൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഇതിൽ പ്രതിഫലിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വൈകാരിക മൂല്യമെന്ന് പറയുന്ന എക്കാലത്തും സ്ഥലകാല മാനങ്ങളെയൊക്കെ അതിലംഘിക്കുന്നതാണ്. അപ്പം അത്രമാത്രം ഒരു ശിശു സഹജമായ ഒരു അനുഭവത്തിൽ നിന്നാണ് ദൈവം എൻ്റെ ശരണമാണെന്നാണ് ഈ ദാവീദ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. സാധാരണയായി ദാവീദ് ഒരപേക്ഷ പോലെയോ ഒരു പ്രാർത്ഥന പോലെയാണ് സങ്കീർത്തനം എഴുതുന്നത്. എന്നാൽ ഈ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. എല്ലാം എൻ്റെ ദൈവമാണ്, ആ ദൈവമാണ് സാധിച്ചു തരുന്നുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ആദ്യം തന്നെ നോക്കണം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഒരു പ്രഖ്യാപനമാണ്. യഹോവ എൻ്റെ എൻ്റെ ഇടയനായിട്ട് എൻ്റെ ദൈവം ഉള്ളത് കൊണ്ട് എനിക്ക് യാതൊരു കുറവും വരികയില്ലെന്നാണ് പറയുന്നത്. കാരണം ഒരു സങ്കല്പം, ഇടയനും ആടുമായിട്ടുള്ളൊരു സങ്കല്പം എന്ന് പറയുന്നത് വലിയൊരു ആട്ടിൻപറ്റം കാണും. അത് കഴിഞ്ഞ് ഇടയൻ്റെ കയ്യിലൊരു വടിയും ഒരു കോലുമുണ്ട്. വടി എന്ന് പറയുന്നത് ഈ വടിയുടെ ചലനത്തിനനുസരിച്ചാണ് ഈ ആടുകൾ ഈ ഇടയനെ പിൻപറ്റുന്നത്. അതുപോലെ കോലെന്ന് പറയുന്നത് അതിൻ്റെ അറ്റം ഇങ്ങനെ വളഞ്ഞതാണ്. അപ്പോൾ ഇത് പല കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഈ മുള്ളുകളൊക്കെ ഇങ്ങനെ പറിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇലകളൊക്കെ ഇങ്ങനെ അല്പം ഉയരമുള്ളതാണെങ്കിൽ ഒടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൽ തന്നെ ചില ആടുകൾ വഴിതെറ്റി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ ഇങ്ങനെ ആട്ടും പറ്റത്തോട് ചേർത്ത് വെക്കും. അതിനാണ് ഈ കോലെന്ന് പറയുന്നത്. അപ്പം ഇവരോടൊരു കഴുത കാണും, ഈ എന്തുവേലും ഇടയൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുവാൻ, അല്ലെങ്കിൽ ഇടയന് തന്നെ കയറിപ്പോകാൻ, സവാരി ചെയ്യാൻ. അതിൻ്റെ ഒരു നായ് കാണും, വേട്ടനായ് അല്ലെങ്കിൽ വേട്ടപ്പട്ടി കാണും. ഇതാണ് ഒരു ഇടയനും ആട്ടിൻപറ്റവുമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. കാരണം ഈ ഇടയന് മുന്നേ തന്നെ ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് വീക്ഷിച്ച്
ഈ നല്ല മേച്ചിൽപ്പുറം കണ്ടുവച്ചിരിക്കും. എന്നിട്ടാണ് ഈ ആട്ടിൻപറ്റത്തെ അങ്ങോട്ട് നയിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇത് ഇടയനെ കരുതി വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അതായത് നാളത്തെക്കുറിച്ചുള്ള ചിന്ത വേണ്ട എന്നാണ് അവിടെ പറയുന്നത്. രണ്ടാമത് അവിടെ പറയുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു. കാരണം ഈ രാവിലെ വെളുപ്പാൻ കാലത്ത് തന്നെ ഇതിനെ മേയ്ക്കാൻ ഇറങ്ങും. അപ്പോൾ രാത്രിയിലെ ആ മഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ തണുപ്പ് കൊണ്ട് നല്ലപോലെ കിളിർത്തിങ്ങനെ നിൽക്കുവാണ് ഈ പച്ചിപ്പൊക്കെ. അത് ഭക്ഷിച്ച് കഴിഞ്ഞ് ഒരു 10 മണിയാകുമ്പോഴത്തേന് നല്ല ചൂടാവും. മരുഭൂമി പ്രദേശം നല്ല ചൂടൊക്കെ ആയി കഴിയുമ്പം ഇത് സ്വസ്ഥമായിട്ടൊന്ന് കിടക്കണം. അപ്പോൾ അതിനും ഈ ഇടയന് ഒരു സ്ഥലം ഈ മേച്ചിൽപ്പുറങ്ങളിൽ അല്പം അകലെയായിട്ട് ചെറിയ ചെറിയ മുൾക്കാടുകളൊക്കെയാണ് അതിൻ്റെ ചുറ്റുമായിട്ട് കിടത്താൻ തണൽ ഉള്ള സ്ഥലത്ത് സ്വസ്ഥമായ ഒരു സ്ഥലത്ത് അവിടെ അതും ഒരു പച്ചപ്പുള്ള സ്ഥലം അവിടെ കൊണ്ട് നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലമായിരിക്കും. അവിടെ കൊണ്ടുവന്ന് ഇതിനെ സ്വസ്ഥമായ സ്ഥലങ്ങളിൽ എന്നെ കിടത്തുന്നു. രണ്ടാമത് പറയുകയാണ് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ എന്നെ നടത്തുന്നു. സ്വസ്ഥമായിട്ടുള്ള നിശ്ചലമായ വെള്ളമാണ് ഈ ആടുകൾ കുടിക്കുന്നത്. ആടുകൾ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒഴുക്കുള്ള വെള്ളത്തിൽ നിന്ന് കുടിക്കാൻ അറിയത്തില്ല. നീന്തലറിയാത്ത ഒരു മൃഗമാണ് ഈ ആടുകളെന്ന് പറയുന്നത്. അതുമല്ല മറ്റ് കഴുത അല്ലെ കുതിര അല്ലെ പട്ടി പൂച്ച അതേപോലെ ഉള്ളൊരു നീന്തലോ അങ്ങനെ ഒരു ധൈര്യമോ ഇതിനില്ല. അപ്പോൾ അതിന് വലിയ ഒഴുക്കൊക്കെ പേടിച്ചു പോകും. അത് പെട്ടെന്ന് ഈ അല്പായുസുള്ളവരെന്നാണ് പറയുന്നത്, അല്പപ്രാണി നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഇടയന് ഒഴുക്കുള്ള വെള്ളത്തിനൊക്കെ ഒന്നുകിൽ അവിടെ ഒരു കല്ലൊക്കെ കെട്ടി ഇങ്ങനെ ചുറ്റിനും വെള്ളം വെച്ച് ആ സ്വച്ഛമായ വെള്ളം ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ ഈ വലിയ വലിയ പാത്രമുണ്ട്, ആ പാത്രത്തിൽ വെള്ളം സ്വച്ഛമായ വെള്ളം അവർക്ക് കൊടുക്കും. പിന്നെ പറയാം, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമത്തിൽ തന്നെ നീതിപാത നടത്തുന്നു. എൻ്റെ പ്രാണനെ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ആട്ട് ചിലതൊക്കെ ദഹനക്കേട് വരും, അല്ലെങ്കിൽ ചിലതൊക്കെ ഒരു അസ്വസ്ഥയൊക്കെ വരുമ്പോൾ അതിനെ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇങ്ങനെ ഒരു തടവുന്ന ഒരു സംഗതിയാണ്. തടവുമ്പോൾ ഇതിന് ആശ്വാസം കിട്ടും. ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഉന്മേഷം കിട്ടുവാണ്, ഉത്തേജനം കിട്ടുകയാണ്. അപ്പം ഈ ബാറ്ററിയൊക്കെ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യുന്ന പോലെ, റീചാർജ് ചെയ്യുന്ന പോലെ, അപ്പോൾ ഒരു പുതുജീവൻ, ഒരു പുതുശക്തി കിട്ടുവാണ്. അപ്പോൾ അതുപോലെയാണ് ഈ തടവൽ എന്ന് പറയുന്നത്. എൻ്റെ പ്രാണന് എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഉള്ളിലൊരു ആശ്വാസം കിട്ടുകയാണ്. പിന്നെ കൂരിരുത്താഴ്വര നടന്നാലും ഞാനൊരു അനർത്ഥവും പടിയയില്ല, അവിടെ നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കൊല്ലുവിനെ ആശ്വസിപ്പിക്കുന്നു. കൂരിരുത്താഴ്വരയുടെ അനുഭവം എന്ന് പറയുന്നത് വളരെ ഈ പാറയിടുക്ക് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ അവിടെ ഭയങ്കര, ഞാൻ പറഞ്ഞു, ഈ ആടെന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ള ഒരു മൃഗമാണ്. അവിടെയൊക്കെ പേടിക്കാതിരിക്കാനായിട്ട് അവിടെയൊക്കെ ഈ സംരക്ഷണം ഒരുക്കും ഈ ആട്ടിടെ. പാറ ഇടുക്കലിലൂടെ ആയാലും ഈ മരുഭൂമിയിലൊക്കെ വലിയ പൊടിക്കാറ്റായി സാൻസ്റ്റോൺ, അവിടെയൊക്കെ ഇതിന് ആ ഒരു അനുഭവമാണ്. ആ അനുഭവത്തിൽ ഈ വളരെ സംരക്ഷണം കൊടുക്കുക. അവിടെയാണ് ഈ വടിയും കോലും ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത്. ഈ വടി, ഈ കോലെന്ന് പറയുന്നത് ഇതിനെയൊക്കെ വേദനിപ്പിച്ചാലും ശരി ഇങ്ങോട്ട് ചേർത്ത് നിർത്തുന്നതാണ് വടിയും കോലും എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ശത്രുക്കൾക്കാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. അതുപോലെ ഈ 1 മുതൽ 4 വരെ എന്ന് പറയുന്നതാണ് ഒരു ഇടയൻ ആടുകളെ മേയിക്കുന്ന പോലെ കൊണ്ടുപോകാൻ. പിന്നെ 5-6 വാക്യങ്ങൾ ഒരു വിരുന്ന് ഒരുക്കുന്ന അനുഭവമാണ്. ഈ നമുക്കൊക്കെ ദൈവം അല്ലെങ്കിൽ ആടുകൾക്ക് ഒരു വിരുന്നൊരുക്കുകയാണ്. അവിടെ ഒരു ആതിഥേയനാവുകയാണ് ദൈവം, അല്ല ഈ ഇടയൻ എന്ന് പറയുന്നത്. കാരണം ഇത് വൈകുന്നേരം ഇതിനെ മേയിച്ച് കഴിഞ്ഞ് ഇതിനെ കൂടാരത്തിലേക്ക്, ആലയം എന്ന് പറയും, ചുറ്റിനും ഇത് കെട്ടി ഇതിനെ അവിടെ പാർപ്പിക്കും. അല്ലെങ്കിൽ വലിയ വലിയ പൊടിക്കാറ്റുണ്ടാകുമ്പോഴൊക്കെ ഇതിനെ വെളിയിലോട്ട് ഇറക്കാതെ അവിടെ തന്നെ നമ്മൾക്ക് ആഹാരം ഒരുക്കും. അവിടെ തന്നെ ഈ ചില പച്ചിലകൾ കൊണ്ടുവരും, അല്ലെങ്കിൽ കൃത്രിമമായിട്ട് ഉള്ള എന്തെങ്കിലും കൊണ്ടുവരും. അതുപോലെ വെള്ളം കൊടുക്കും, അല്ലെങ്കിൽ പിണ്ണാക്ക് പോലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണം. അപ്പോൾ അതൊക്കെ ഒരുക്കി ഇവർക്ക് മിഷ്ടാന്ന ഭോജനം അവിടെ ഒരുക്കും. അതാണ് അവിടെ പറയുന്നത്, എൻ്റെ ശത്രുക്കൾക്കാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. അവിടെ ഈ ഒരു കുർബാനയുടെ അനുഭവമാണ് സത്യത്തിൽ. അതായത് ചെന്നായ്ക്കളൊക്കെ വെളിയിൽ നിൽക്കുക, അവരൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ചുറ്റിനും ഒരു വേലി പോലെ കിട്ടിയിട്ടുണ്ട്. അവരുടെ മുമ്പിലാണ് ഇത് മിഷ്ടാനമായിട്ട് ഭക്ഷിക്കുന്നത്. ചെന്നായ്ക്കളോ അല്ലെ വന്യമൃഗങ്ങളോ ഒക്കെ ചുറ്റിനുമുണ്ട്, അവരുടെ മുമ്പാകെ ഇത് ഭക്ഷിക്കുക. പിന്നെ അവിടെ പറയുന്നത്, എൻ്റെ തല എണ്ണ അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. എൻ്റെ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ നടന്ന് ഏതെങ്കിലും കാലിന് മുടന്തോ വല്ലതും ഒക്കെ ആടുണ്ടെങ്കിൽ അതിനെ ചില ലേപനമൊക്കെ പുരട്ടി ആശ്വസിപ്പിക്കുന്നത് അവിടെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടു എണ്ണ തേച്ച് അവരെ
ഗതികേക്കുവാണ്. അതുകൊണ്ട് എൻ്റെ പാനപാത്രം അതുകൊണ്ട് അത് കുടിക്കാനുള്ള ഒന്നും അവിടെ മുട്ടില്ല. ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും, അത് കഴിക്കും. അതുകഴിഞ്ഞ് നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ ഇനി പിന്തുടരും. എന്തുകൊണ്ടാണ് നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ പിന്തുടരുന്നത്? ദൈവത്തോട് കൂടി വസിക്കുന്നതുകൊണ്ടാണ്. ഈ ഇടയൻ്റെ അതനുസരിച്ച് നടക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഇങ്ങനെയുള്ളൊരു അനുഭവത്തിൽ ഞാൻ എൻ്റെ ഇടയനെ അനുസരിക്കുന്നതുകൊണ്ട് ഞാൻ ദീർഘകാലം വസിക്കുമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു വേദഭാഗത്തിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാനുള്ളതെന്ന് പറഞ്ഞത്, നമുക്ക് നാളത്തെക്കുറിച്ചൊരു ചിന്ത വേണ്ട. ഒരിക്കലും നമ്മൾ നാളത്തെക്കുറിച്ച് ചിന്ത, ദൈവം അതിന് കരുതിക്കൊള്ളും. അതുപോലെ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു അനുഭവം, അത് കുടുംബജീവിതത്തിലായാലും എവിടെ ആയാലും ക്ഷീണിച്ച് വരുന്ന ഭർത്താവിന് ഒന്ന് തലയൊക്കെ ഒന്ന് തലവേദനയോടൊന്ന് തിരുമ്മി കൊടുക്കുക, തിരിച്ചും അറിയിക്കുക, പങ്കാളിക്ക്, വൈഫിന്, മക്കൾക്ക് ഒക്കെ ആ ഒരു അനുഭവം, അത് നമുക്കൊരു ഹൃദയത്തിന് പ്രാണനെ തണുപ്പിക്കുന്നതാണ്. നമുക്ക് വിഷമാവസ്ഥയിലൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു അനുഭവം. അതുപോലെ വിശുദ്ധ കുർബാനയുടെ അനുഭവം, കൂരിരുത്താഴ്വേട, നമുക്ക് രോഗാവസ്ഥയിലായിരിക്കാം, പ്രയാസത്തിലായിരിക്കാം, അവിടെ ഒക്കെ നമ്മുടെ കൂടെ ദൈവമുണ്ട്, നമ്മളെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടുത്തെ വടിയും കോലിനെ ആശ്വസിപ്പിക്കുന്നു. ആ കോലെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ നമ്മളെ ഇങ്ങനെ തട്ടിയിടുന്നതാണ്. അപ്പോൾ അതിന് വേദനയൊക്കെ വരും. ആ വടിയും കോലും, ആ വടി അതായത് ഒരു ശിക്ഷണത്തിനുള്ളതാണ്, ശിക്ഷയ്ക്കുള്ളതല്ല. അതിങ്ങനെ നമ്മൾ തെറ്റിപ്പോകുമ്പോൾ ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ അവിടെ ചില പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നന്മയും കരുണയും എപ്പോഴാണ് വരുന്നത്? ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഇടയൻ്റെ ആ വിളിക്കൊപ്പം, ഇടയൻ്റെ ആ ചലനത്തിനൊപ്പം നമുക്ക് നടക്കുവാൻ സാധിക്കണം. ഒരിക്കലും ഇടയനെ വിട്ട് തെറ്റിപ്പോകാതെ, ഈ ആട്ടിൻ പറ്റത്തെ വിട്ടുപോകാതെ ഉള്ള ഒരു അനുഭവത്തെ നമുക്ക് ജീവിക്കാം. ഒരു ഗൾഫ് മേഖലയിലുള്ള ഒരു പട്ടാള ക്യാമ്പാണ്, അമേരിക്കൻ പട്ടാള ക്യാമ്പാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റിനും, ആ ക്യാമ്പിന് ചുറ്റിനും വലിയൊരു കിടങ്ങുണ്ട്, സുരക്ഷയ്ക്ക് വേണ്ടി ഒരു വലിയ കിടങ്ങ്, പെരിമീറ്റർ എന്ന് പറയും. ആ പെരിമീറ്ററിൻ്റെ ചുറ്റിനും ആകാശമുട്ട നിൽക്കുന്ന വളരെ ഉയരത്തിലുള്ള ടവറുണ്ട്. ആ ടവറിൽ ഇരുന്നുകൊണ്ട്, ചുറ്റിനുമാണ്, ആ ടവറിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പട്ടാളക്കാർ ഇങ്ങനെ വീക്ഷിക്കും. അവിടെ ബൈനോക്കുലറുണ്ട്, പകൽ നോക്കാൻ. അങ്ങ് കണ്ണെത്താത്ത ദൂരത്തോളം മരുഭൂമി ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അതുപോലെ നൈറ്റ് വിഷൻ ഉണ്ട്, രാത്രിയിൽ അങ്ങ് വരെ കാണുന്നത്. അപ്പം മരുഭൂമിയിലെ കാഴ്ചകളെല്ലാം കാണാം. അവിടെ ഒട്ടകം മേയുന്നത് കാണാം, അതുപോലെ ഈ ആട്ടിൻപറ്റ മേയുന്നത് കാണാം. അപ്പം അങ്ങനെ ഒരു പട്ടാളക്കാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇടയൻ്റെ പുറകെ ഇങ്ങനെ ആട്ടിൻപറ്റം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ആ ഇടയൻ്റെ ചലനത്തിനൊത്ത്, ഇടയൻ്റെ ആംഗ്യത്തിന് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ സൂക്ഷ്മമായി വീക്ഷിച്ച് ആലയത്തിലേക്ക് കൊണ്ടുപോകുമ്പം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുസൃതിക്കുട്ടനായ ആട് അവൻ തിന്ന് എല്ലാം നിറഞ്ഞതാണ്. എന്നിട്ടും ഈ ആടിങ്ങനെ പോകുന്ന പോക്കിൽ ഈ ഒരു പച്ചപ്പ് കണ്ടപ്പോൾ അവിടെ തിരിഞ്ഞ് നിന്ന് ആടവിടെ നിന്ന് അത് ഭക്ഷിക്കാൻ തുടങ്ങി. ഭക്ഷിച്ച് അതിൽ ലയിച്ചപ്പോൾ ഈ ആട്ടിൻ പറ്റവും ഇടയനും തന്നെ വിട്ട് അങ്ങ് അകന്നത് അവൻ അറിയുന്നില്ല. ഈ ആട് അറിയുന്നില്ല. അവിടെ നിന്ന് ഭക്ഷിച്ചു കഴിഞ്ഞ് ഇടയനും ആട്ടിൻ പറ്റവും ഒക്കെ അങ്ങ് പോയി. ഇവൻ ഒറ്റയ്ക്കായി. സന്ധ്യ ആവുന്നു. അപ്പോഴത്തേന് ഇവൻ നോക്കുമ്പോൾ തല പൊക്കി ഇഷ്ടമല്ല, ഭക്ഷിച്ച് അത് ലയിച്ച് ഭക്ഷിച്ച് തൃപ്തനായി അങ്ങോട്ട് നോക്കുമ്പോൾ തൻ്റെ ആട്ടിൻപറ്റവും ഇടയനും ഒക്കെ ദൂരെ പോയിരിക്കുന്നു. അപ്പോഴത്തേക്കും ചെന്ന വന്നിരുന്നു. പിന്നത്തെ കാര്യം അറിയാമല്ലോ, ചെന്ന അതിനെ വലിച്ചു കീറുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നമ്മൾ ഇടയനെ വിട്ടുമാറുമ്പോൾ, നമ്മുടെ സഭയെ വിട്ടുമാറുമ്പോൾ, നമ്മുടെ സമൂഹത്തെ വിട്ടുമാറും, പള്ളി, ഇടവക, കുടുംബത്തോടൊക്കെ ചേർന്ന് നിൽക്കാൻ കഴിയണം, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയണം. ഇങ്ങനെ ഏതെങ്കിലും ഈ ലോകത്തിൻ്റെ പ്രലോഭനം, ആ പച്ചപ്പ് കണ്ട് ആട് നിന്നതുപോലെ പിന്തിരിഞ്ഞതുപോലെ നമ്മളും ഇടയനെ വിട്ട്, നമ്മുടെ കുടുംബത്തെ വിട്ട്, പള്ളിയെ വിട്ട്, ഇടവ് വിട്ട്, സഭയെ വിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്കും ഇതുപോലെ ചെന്നായിക്കൂടെ അനുഭവം ഉണ്ടാകും, തിക്താനുഭവം ഉണ്ടാകും, തിന്മകൾ നമ്മെ വന്ന് വഹിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സഭയോട് ചേർന്ന് ഇടയൻ്റെ ഇടയൻ്റെ ആംഗ്യത്തിനൊപ്പം, ഇടയൻ്റെ ഇഷ്ടത്തിനൊപ്പം, ഇടയൻ്റെ ആ നടത്തിപ്പിനൊപ്പം നമുക്ക് നടക്കുവാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ സഭയോട് ചേർന്ന് കിടക്കുന്നത്, ദൈവികമായ അനുഭവത്തിൽ വസിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ നിത്യരാജ്യത്തിന് അവകാശമാകും. ഞാൻ യഹോവയുടെ ദീർഘകാലം വസിക്കും, ഞാൻ നിത്യം വസിക്കും എന്നുള്ള അനുഭവത്തിൽ വസിക്കുന്നത് ഇടയനോടൊപ്പം, നമ്മുടെ സഭയോടൊപ്പം, നമ്മുടെ സമൂഹത്തിനോടൊപ്പം ചേർന്ന്, കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.